ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഇതുപോലെ കണ്ടോ നല്ല ടേസ്റ്റിയും നല്ല അടിപൊളിയായിട്ടുള്ള എഗ് മാഗി ഓംപ്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. മാഗി പ്രത്യേകിച്ച് അവർക്ക് വളരെ ഇഷ്ടമുള്ളൊരു വിഭവമാണ് മാഗി. അതിനോടൊപ്പം തന്നെ നമ്മൾ ഓംപ്ലേറ്റ് ആക്കി ഇതുപോലൊന്ന് നല്ല ഒരു ടേസ്റ്റി ആയിട്ട് കൊടുത്താൽ പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടമാകും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എഗ് മാഗി ഓംപ്ലേറ്റ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ എഗ് മാഗി ഓംപ്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു മാഗിയുടെ ചെറിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഈ മാഗി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാഗി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നോർമലായിട്ട് മാഗി കുക്ക് ചെയ്തെടുക്കുന്ന അതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇത് ഒന്ന് കുക്കായി വരാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നോർമലായിട്ടുള്ള രീതിയിൽ നമ്മൾ സാധാരണ മാഗിയൊക്കെ കുക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് മാഗി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മാഗി ഇതുപോലെ ഡ്രൈ ആയിട്ട് അധികം വെള്ളം ചേർക്കാത്ത ഇതുപോലെ ഈ ഒരു പരുവത്തിൽ ഡ്രൈ ആയിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഓംപ്ലേറ്റ് തയ്യാറാക്കാം. നമുക്ക് ഈ ബൗളിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ 2 മുട്ട നമ്മൾ ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയുള്ളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം ചെറിയുള്ളിക്ക് പകരം സവോള യൂസ് ചെയ്യാവുന്നതാണ്. സവോളയാണെങ്കിൽ ഒരു 1/2 സവോള മതിയാവും. ചെറിയുള്ളി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 5 ചെറിയുള്ളിയാണ്. അതുപോലെ 2 പച്ചമുളക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം. ഇപ്പോൾ നമ്മളിത് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓംപ്ലേറ്റ് തയ്യാറാക്കാനുള്ള ഒരു മിക്സ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓംപ്ലേറ്റ് തയ്യാറാക്കാം. നമുക്കിനി ഓംപ്ലേറ്റ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാന് സ്റ്റവിന്മേൽ വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓംപ്ലേറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമുക്ക്. ഇപ്പോൾ ഈ ഓംപ്ലേറ്റിൻ്റെ മിക്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴേ നന്നായിട്ടൊന്ന് കുക്കായി വരുള്ളൂ. അതുപോലെ നമുക്ക് ആ മാഗി ഒന്ന് ഫില്ല് ചെയ്യാനും പറ്റുള്ളൂ. അതുപോലെ കുറച്ചുകൂടി തിക്കായിട്ട് നമുക്ക് ഈ ഓംപ്ലേറ്റ് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഒരു 2 സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഓംപ്ലേറ്റ് ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാഗി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മാഗി ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓംപ്ലേറ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓംപ്ലേറ്റ് ബ്രേക്ക് ആവാതെ തന്നെ കണ്ടോ ഇതുപോലെ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് മാഗി ഓംപ്ലേറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും അടിപൊളിയായിട്ടുള്ള നമ്മുടെ
എഗ് മാഗി ഓംപ്ലേറ്റ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. മാഗി പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ അത് ഇങ്ങനെ എഗ് ഓംപ്ലേറ്റ് ആക്കി കൊടുക്കുമ്പോൾ കണ്ടോ നല്ല ടേസ്റ്റിയുമായിരിക്കും, ഒരു വെറൈറ്റി ഡിഷും ആയിരിക്കും. ഈ വെക്കേഷൻ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയായിരിക്കും ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും വേണം. താങ്ക്